തമിഴ്നാട് രാഷ്ട്രീയവും അവിടെ വിജയുടെ തോളിലേറിക്കൊണ്ട് സ്റ്റാലിൻ ജയിക്കാനുള്ള അല്ലെങ്കിൽ DMK ജയിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പിൻ്റെ സ്കീം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് തന്നെ നൽകുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു 179 അടച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. 179 രൂപയാണ് കേവലം ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെവൽ 359, മൂന്നാമത്തെ ലെവൽ അതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഓരോ സ്കീം എടുത്താൽ മതി. അതെടുത്തതുകൊണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നോ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കാണുകയും താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട്ടിൽ കേരളം പോലെ തന്നെ ഈ 2026 നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ വെസ്റ്റ് ബംഗാളൊക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് DMK ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട് എന്ന് പറയുന്നത്. അവിടുത്തെ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ DMK എന്ന് പറയുന്ന വളരെ ശക്തിയുള്ള DMKയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ആ മുന്നണിയിലാണ്. തൊട്ടപ്പുറത്തുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏറ്റവും വലിയ മുന്നണി എന്ന് പറയുന്നത് AIDMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. പഴയ ജയലളിതയുടെ AIDMK ആണ്. പക്ഷേ ജയലളിതയ്ക്ക് ശേഷം അത് ഇല്ലാതാകും എന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. ഞാനടക്കമുള്ള ആളുകൾ പലപ്പോഴും അതിൻ്റെ ശക്തി കുറയുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പനീർസെൽവവും എടപ്പാടി പളനിസ്വാമിയുമായിട്ട് വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്, വലിയ ഫ്രിക്ഷൻസ് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ എടപ്പാടി പളനിസ്വാമിക്ക് ബാക്കിയുള്ള എല്ലാവരെയും തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പാർട്ടി പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എടപ്പാടി പളനിസ്വാമി വലിയ തോതിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. ജയലളിത മരിക്കുമ്പോൾ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ നീണ്ടതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള കൊല്ലും കൊലയും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ നയിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൽ DMK ഇപ്പോൾ വളരെ കരുത്തരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിജയ് എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയ് ആരുടെ വോട്ടുകളായിരിക്കും പിടിക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്, ഞാനതുപോലെ ഒരാഴ്ചയോളം അവിടെ ട്രാവൽ ചെയ്തതാണ്. ചെന്നൈയിൽ നഗരത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും എല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലെ നിരവധി സ്ഥലങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തിരുന്നു. എനിക്കൊക്കെ തോന്നിയൊരു കാര്യം, ഒരു 15, 20, 23% വോട്ടുകൾ വരെ വേണമെങ്കിൽ വിജയ് പിടിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, വിജയുടെ ഒരു പോപ്പുലാരിറ്റി വളരെ ഹൈ ആണ്. വിജയെ കാണാനെത്തുന്നവരുടെ നമ്പർ വളരെ ഹൈ ആണ്. വിജയിൽ ഒരു പ്രതീക്ഷയും രക്ഷകനുമായിട്ട് കാണുന്ന ആളുകളുടെ നമ്പർ വളരെ ഹൈ ആണ്. പക്ഷേ വിജയ്ക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള വലിയൊരു സുനാമി ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിജയ്ക്ക് ഒരു പാർട്ടി സ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടി സ്ട്രക്ചർ ഉണ്ടാവുകയും ആ പാർട്ടി സ്ട്രക്ചർ ഓരോരുത്തരെയും വോട്ട് ചെയ്യിപ്പിക്കാനുമൊക്കെയുള്ള ഒരു സ്ട്രക്ചർ, ഒരു പാർട്ടി അവിടെ രൂപീകരിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും രസികർ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ ഫാൻസ് അസോസിയേഷനുകളെ വളരെ കൃത്യമായി ഒരു പാർട്ടിയാക്കി രൂപപ്പെടുത്താൻ ഇപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പരിചയക്കുറവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, കരൂരിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തമൊക്കെ ഉണ്ടായത് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ചില ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളൊക്കെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്കിലും അദ്ദേഹം റാലികളും പ്രചരണവും ഒക്കെ ആയിട്ട് വലിയ ശക്തമായിട്ട് തന്നെ മുമ്പിലുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊപ്പഗാൻഡ ഫിലിമായിട്ടുള്ള ജനനായകന് റിലീസ് ചെയ്യാൻ അനുമതി കിട്ടിയില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ജനനായകൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കുമൊക്കെ എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അത് വിജയുടെ കൂട്ടത്തിലുള്ള ആളുകൾ മനഃപൂർവ്വമായി ഡെലിബറേറ്റായി ലീക്ക് ചെയ്തതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ജനനായകൻ കണ്ടാൽ കുറേ കൂടി ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാവുകയും വിജയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതേസമയം തൊട്ടപ്പുറത്ത് AIDMKയുടെ കേസിൽ AIDMK എപ്പോഴും അവിടെ കഴിഞ്ഞ തവണ ഫേസ് ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, BJPയുടെ ഒരു B പാർട്ടിയായി AIDMK നിൽക്കുന്നു, പളനിസ്വാമി നിൽക്കുന്നു, എടപ്പാടി പളനിസ്വാമി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ BJPയെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഒക്കെ തന്നെ എല്ലാ കാലത്തും അവിടെ സ്റ്റാലിൻ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ വിജയിച്ചേക്കുന്നത് ഒരു തങ്ങളുടെ കൾച്ചറിലേക്ക്, അതായത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ, അതുപോലെ മറ്റ് നിരവധി കാര്യങ്ങൾ കൾച്ചറിലേക്ക് ഒരു അധിനിവേശം നടത്താൻ വേണ്ടി വരുന്ന ആളുകളായിട്ടാണ് ഇവരെ തന്നെ വളരെ കൃത്യമായിട്ട് ഇവരെ തന്നെ വരച്ചു കാട്ടിയിട്ടുള്ളത്.
അപ്പോൾ അത്തരത്തിൽ വരച്ച് കാട്ടിയിട്ടുള്ളതിൽ ഏതാണ്ട് ഒരു പരിധിവരെ കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. BJP ഒറ്റയ്ക്കും കഴിഞ്ഞ തവണ ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് പെർസെൻറ്റേജിലേക്ക് എത്തി വോട്ടുകൾ നേടാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആവേശം BJPക്ക് ഇത്തവണ അവിടെ കാണാനില്ല. പക്ഷേ BJPയും ADMK കൂടി സഖ്യത്തിലാണ്. മറ്റ് ചെറിയ നിരവധി പാർട്ടികൾ കൂടിയുണ്ട്, അവരെല്ലാം സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. മറ്റേ സഖ്യത്തിൽ DMKയുടെ സഖ്യത്തിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള കോൺഗ്രസും CPM അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ തന്നെ ആ സഖ്യത്തിലാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. SDP അടക്കം DMKനെ പിന്തുണക്കുകയാണ് അവിടെ, കാരണം വേറെ വഴിയൊന്നുമില്ല. ആ സഖ്യത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള രാഷ്ട്രീയം തന്നെ വേറൊരു തരത്തിലാണ്, ഒരു ദ്രവീഡിയൻ കൾച്ചറാണ്. ആ കൾച്ചറിനകത്തേക്ക് പിടിച്ചു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ BJP ഇൻഡിപെൻഡൻ്റായി നിന്ന് കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിരുന്നുവെങ്കിൽ കുറേ കൂടി ചിലപ്പോൾ ഒരു നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതിപ്പോൾ ഒരു പാർട്ടി, ഒരു ADMKയുടെ ഒരു രണ്ടാമത്തെ പാർട്ടിയെ ആലിയായിട്ട് മാത്രം അവരോട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ജയിക്കാൻ സാധ്യത എന്നുള്ളത് നമ്മൾ പ്രവചിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, വലിയ അഴിമതികളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും വളരെ സുശക്തമായിട്ടുള്ള ഒരു പാർട്ടിയും വളരെ ഒരു കേഡർ പാർട്ടിയുമാണ് DMK. അത് എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ കൃത്യമായി വേരൂന്നിരിക്കുകയും ഒരു 1.5 കൊല്ലം മുമ്പ് തന്നെ IPAC പോലെയുള്ള സ്ഥാപനങ്ങളെയും ഏജൻസികളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഗംഭീരമായിട്ടുള്ള വർക്ക് നടത്തുകയും ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ തന്നെ സ്റ്റാലിൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ വലിയ തുകകൾ പ്രഖ്യാപിക്കുകയും അത് കൃത്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വനിതകളുടെ, സ്ത്രീകൾക്ക് വോട്ടേഴ്സിന് വേണ്ടി. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തവണയും DMKയും സ്റ്റാലിനും തന്നെ വിജയിക്കും എന്നുള്ളതാണ്. അതല്ല വലിയൊരു സുനാമി ഉണ്ടാവുകയും വലിയ തോതിൽ വോട്ടുകൾ DMKക്ക് കിട്ടുന്ന വോട്ടുകൾ വിജയ് പിടിക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനെന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ സാധ്യതകളില്ല. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഏതാണ്ട് ഒരാഴ്ചയോളം തന്നെ ചെന്നൈയിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ നിരന്തരമായി അവിടുത്തെ ചില ഗ്രാമങ്ങളിലും അതുപോലെ പട്ടണങ്ങളിലും ഒക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. ആ സഞ്ചരിച്ചതിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിജയനെ വലിയ തോതിൽ ആളുകളുടെ ഒരു രക്ഷകനായിട്ടും അതുപോലെ തന്നെ വളരെ ആശയും ആഗ്രഹവും ഒക്കെ ആയിട്ടും ഈ അഴിമതിയൊക്കെ ഇല്ലാതാക്കാൻ വന്ന, അതുപോലെ ഐഡിയോളജിക്കലി ഈ BJP എതിർക്കുന്ന ഒരാളായിട്ടൊക്കെ തന്നെ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള കുഴപ്പം, അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയ്ക്ക് ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ അത്ര അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കില്ല. ഒരു 15-നും 23-നും വരെയുള്ള വോട്ട് ശതമാനത്തിനിടക്ക് വിജയ് പിടിച്ചേക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ വോട്ട് പിടിച്ചാൽ ഉറപ്പായിട്ടും 2031 വിജയ് വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷമായി മാറാനും അദ്ദേഹം കൃത്യമായി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാനും ഒക്കെ കഴിയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ DMK വിചാരിക്കുന്നത് അദ്ദേഹത്തെ വെറുതെ വിടാം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ വലിയ തോതിലൊന്നും ആക്രമിക്കുന്നില്ല MK സ്റ്റാലിൻ പോലും. 1-2 തവണ ചില മന്ത്രിമാരൊക്കെ പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വലിയ ആക്രമണമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അദ്ദേഹം ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുമെന്നും ആ സ്പ്ലിറ്റ് ചെയ്താൽ അത് തങ്ങൾക്ക് ഗുണമാകുമെന്നും ഒരുപക്ഷെ വലിയ നമ്പർ മജോറിറ്റിയോടുകൂടി ജയിച്ചു വരാൻ കഴിയുമെന്നുമാണ് DMK വിചാരിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ വിജയ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ഏറെക്കുറെ DMKക്ക് വിജയം ഉറപ്പാണ്.